വഖഫ് ഭേദഗതി ബിൽ കൂട്ട് മുനമ്പത്തിന് ഗുണകരമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് കുഴപ്പമാണെന്നത് ദുഷ്പ്രചാരണമാണ്. മുൻകാല പ്രാബല്യത്തിന്റെ കാര്യത്തിൽ കാത്തിരിക്കൂവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. മുനമ്പത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് മിനിസ്റ്റർ ഉറപ്പുകൊടുക്കുന്നത്. പിന്നെയും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇതൊരു സ്ഥിരം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ്. വഖഫ് ബില്ല് പാർലമെന്റ് പാസാക്കിയതോടെ ആഘോഷത്തിലാണ് മുനമ്പം ജനത. ബിജെപിക്ക് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. ഡാനി പോൾ ചേരുന്നു മുനമ്പത്ത് നിന്ന്. ഡാനി, മുനമ്പം സമരസമിതിയെ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു ഇന്നലെ രാജ്യസഭയിൽ ബില്ല് പാസ്സാകുന്ന സമയത്ത്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നു. രൂക്ഷമായിട്ടുള്ള വിമർശനമാണോ കേരളത്തിൽ നിന്നുള്ള എംപിമാർ, സുരേഷ് ഗോപി ഒഴികെയുള്ള എംപിമാർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നോ ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ? ഇത് രാഷ്ട്രീയ കേരളത്തിൽ കൂടി മുനമ്പം ജനത സ്വീകരിക്കുന്ന നിലപാട്, കത്തോലിക്ക സഭ എടുക്കുന്ന നിലപാടൊക്കെ പ്രതിഫലിക്കുമോ വരും സമയത്ത്? അപർണ, ഒരു സംശയവുമില്ല. മുനമ്പം അത് കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതിയ ചേരുവകളുടെ ഉരകല്ല അത് മുനമ്പം തന്നെയാകുമെന്ന കാര്യത്തിന്റെ സൂചികകളാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഇതിപ്പോൾ മുനമ്പത്തേക്കുള്ള വഴിയിൽ സ്വീകരണം നൽകുന്നതിന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ NDA നേതാവ് തുഷാർ വെള്ളാപ്പള്ളി, BDJs നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്കുമുള്ള സ്വീകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. അവരുടെ കയ്യിലുള്ള പ്ലക്കാർഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ ആ മുനമ്പത്തിന്റെ ഒരു ദിശാമാറ്റം, സൂചികകൾ, ഇതെല്ലാം വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് സ്വീകരണം നൽകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന. അല്പസമയത്തിനകം തന്നെ ഇരുവരും ഇവിടേക്ക് എത്തും. ഈ മുനമ്പം സമരവേദിയിലേക്ക് എത്തും. സുരേഷ് ഗോപി നാളെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് തീർച്ചയായും മുനമ്പത്ത് പ്രതിഫലിക്കുന്നു. ഇന്നലെയുള്ള മുദ്രാവാക്യം വിളികൾ അത് പ്രകടമായിരുന്നു. ഇതിപ്പോൾ ഈ കാണുന്നത് BJP അംഗങ്ങൾക്ക് ഒപ്പം BDJs NDA അംഗങ്ങൾ എല്ലാവരും തന്നെയാണ്. അതോടൊപ്പം തന്നെ സമരസമിതിയുടെ തന്നെയുള്ള ഭാരവാഹികളും അടക്കം ഇവിടെ മുനമ്പം സമരവേദിയിലുള്ള ഭാരവാഹികളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരും ആ സ്വീകരണത്തിന് വേണ്ടി അവിടെ പള്ളിയുടെ കോമ്പൗണ്ടിനരികിൽ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൃത്യമായ രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളുടെ പ്രതിഫലനങ്ങൾ തന്നെയാണ് നമ്മൾ മുനമ്പത്ത് ഇന്ന് വരുമ്പോൾ കാണുന്നത്. അവർക്ക് ഒപ്പം നിന്നവർ ആരൊക്കെയെന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാമെന്ന് പറയുന്നു. ഒപ്പം നിന്നവർ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വിളിച്ച് പറയുകയും ചെയ്യുന്നു. ഇതിൽ ചില ആശങ്കകൾ ഒരു ഘട്ടത്തിൽ ഉയരുന്നത് ഇതിന് കൃത്യമായ രീതിയിൽ ഒരു മുൻകാല പ്രാബല്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ളൊരു ആശങ്കകൾ പലരും കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇതിൽ തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ആശങ്കകളുമില്ല, മറിച്ച് മറ്റ് പല ആശങ്കകളും പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ രീതിയിലുള്ള ആശങ്കകൾ തങ്ങൾക്ക് ഇത് സംബന്ധിയായ കാര്യങ്ങളിലില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ളവർ ഈ സമരവേദിയിലേക്ക് എത്തുന്നു. അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മുനമ്പത്ത് നേടിയെടുത്തത് ഒരു രാഷ്ട്രീയ വിജയം എന്ന രീതിയിലേക്കെല്ലാം തന്നെ ആ കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ഒരു വലിയ പരിധിയിലെങ്കിലും BJP വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് മുനമ്പത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളടക്കം തന്നെ സൂചിപ്പിക്കുന്നത് മുനമ്പത്ത് മറ്റ് ആശങ്കകൾ ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപർണ, ഡാനി, അതോടൊപ്പം തന്നെ ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ അങ്ങോട്ട് എത്തുന്നു. കൂടുതൽ നേതാക്കന്മാരെത്താൻ ഒരുങ്ങുന്നു. കത്തോലിക്ക സഭ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി നിലപാട് എന്താണ്. വഖഫ്
ഇനിയും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെ ദീപിക മുഖപത്രത്തിൽ പറയുമ്പോൾ CPM-നും കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമുണ്ട്. ഇതൊരു രാഷ്ട്രീയ നിലപാട് കൂടിയായി മാറുമെന്നുള്ള സൂചനകൾ കൂടിയാണോ കത്തോലിക്ക സഭ വ്യക്തമാക്കുന്നത്? മതേതരത്വത്തിൽ ഇനി ഇടതുപക്ഷവും കോൺഗ്രസും ക്രൈസ്തവ സമുദായത്തോട് സംസാരിക്കേണ്ടതില്ല എന്നുകൂടി പറയുകയാണോ? അത് BJP-ക്ക് എത്രത്തോളം ഗുണകരമാകുമെന്ന് കൂടിയാണ് കരുതപ്പെടുന്നത്. അപർണ, ദീപിക മുഖപത്രം സത്യത്തിൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റിനെയും തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തന്നെ കടന്നാക്രമിക്കുകയാണ്. കാരണം അവർ പറയുന്നത് തങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിരുന്നു ഈ വഖഫ് നിയമത്തിലെ വിഷയങ്ങൾ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അനുകൂലമായ ഒരു പ്രതികരണവും ഈ രണ്ട് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായ രീതിയിൽ അത് ബോധിപ്പിച്ചതാണ്. പക്ഷേ ചർച്ചയിൽ പോലും കാര്യമായ രീതിയിലുള്ള ഒരു ഗൃഹപാഠം പോലും ഇല്ലാതെയാണ് ഇന്ത്യ മുന്നണി അംഗങ്ങൾ ഇവിടേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് തങ്ങളെ പ്രതിനിധാനം ചെയ്തു എന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഈ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാര്യത്തിൽ ഒരു നിലപാട് ക്രൈസ്തവ സഭ ഇന്ത്യ അത് എഡിറ്റോറിയലിലൂടെ ദീപികയുടെ മുഖപ്രസംഗത്തിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി പറയുന്നത് വരാനിരിക്കുന്ന അതിന്റെ ഒരു സൂചനകൾ തന്നെയാണ്, രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവുമില്ല. അതിൽ ഇത്തരം കാര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇവിടെ ഒരു രീതിയിലുള്ള ഒരു ഭിന്നത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ശ്രമിച്ചത്. അത് കോൺഗ്രസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും എല്ലാം തന്നെ ശ്രമിച്ചത് അത് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടേക്ക് മുനമ്പത്തേക്ക് BJP നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. അപർണ, വൈകാതെ ഇവിടേക്ക് BJP-യിലെ കൂടുതൽ നേതാക്കളെത്തും. ഓരോ നേതാക്കളായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ മുനമ്പത്തേക്ക് BJP നേതാക്കളുടെ ഒരു പ്രവേശനമുണ്ടാകും. ഇത് നേടിയ വഖഫ് ബില്ല് അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിജയമായി മാറ്റുക എന്നത് തന്നെയാണ് BJP-യും ലക്ഷ്യമിടുന്നത്. അപർണ, ഡാനി, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവും കോൺഗ്രസും സ്വീകരിക്കുന്ന നിലപാട്, ആവർത്തിക്കുന്ന നിലപാട് വഖഫ് ബില്ല് മുനമ്പത്തിന് കൃത്യമായ പരിഹാരമാകുകയില്ല എന്നുകൂടിയാണ്. അത് കൂടുതൽ ആവർത്തിച്ചു പറയുക, അത് രാഷ്ട്രീയ പ്രതിരോധമാക്കുക എന്നതായിരിക്കും ഇരു മുന്നണികളും ഉദ്ദേശിക്കുക. ഈ പൂർണ്ണ പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ സമരസമിതി വിശ്വസിക്കുകയാണോ, അതോ അതുണ്ടാകുന്നത് വരെ സമര പരിപാടികൾ തുടരുമെന്നാണോ സമരസമിതിയുടെ തീരുമാനം? നിലവിൽ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ വിഷയങ്ങൾക്ക് പൂർണ്ണ പരിഹാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഭൂമിയിൽ അവർക്ക് നികുതി അടക്കാൻ കഴിയുക, അവിടം വരെ ആ സമരം നീണ്ടുപോയാൽ മാത്രമേ അവർക്ക് അതിൽ പൂർണ്ണ വിജയം നേടിയെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ വസ്തുനികുതി അവരുടെ പേരിൽ തന്നെ അടക്കാൻ, കരമൊടുക്കാൻ കഴിയുന്ന കാലം വരെയും ഈ സമരം തുടരുമെന്നാണ് അവർ പറയുന്നത്. ഇതിൽ മുൻകാല പ്രാബല്യത്തോടെയോ അങ്ങനെയോ എന്ന കാര്യത്തിൽ ഇനിയും ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഭേദഗതികൾ തങ്ങൾക്കൊപ്പമാണ്, തങ്ങൾക്ക് അനുകൂലമാണ് എന്നതാണ് അവരുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഈ ബില്ലിനെ കുറിച്ചുള്ള പൂർണ്ണ രൂപം പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി വരണം എന്നതാണ് പറയുന്നത്. ഇതിൽ പൂർണ്ണതയില്ല, ഇതിൽ കരമൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇതിൽ ഇപ്പോൾ വന്നിട്ടില്ല എന്നതടക്കമുള്ള ചില ചൂണ്ടിക്കാണിക്കലുകളുണ്ട്, വിമർശനങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി കാത്തിരിക്കാം. നിലവിൽ വന്നിരിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് എന്നതാണ് സമരസമിതി വിശ്വസിക്കുന്നത്. അതിൽ അവർ ഉറപ്പ് പറയുന്നതിൽ ഒരു കാര്യം വ്യക്തമാണ്, പൂർണ്ണമായും അവർക്ക് വസ്തുനികുതി അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുക, ഭൂമി തങ്ങളുടേതെന്ന ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രമേ ഈ സമരം അവസാനിക്കൂ.